നിലവിൽ ഇറാൻ്റെ അവസ്ഥ എന്താണ്? എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യമാണിത്. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഇവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ഇരുവരും കൊല്ലപ്പെട്ടു. ഈ അപകടത്തിൻ്റെയും മരണത്തിൻ്റെയും ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഇറാൻ ജനത മോചിതരായിട്ടില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചിന്തയിലാണ് ഇറാൻ. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു ഇബ്രാഹിം റൈസി. ഖമേനിയുടെ പിൻഗാമിയായി റൈസി വരുമെന്നായിരുന്നു പരക്കെയുള്ള വിശ്വാസവും. 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കിയ റൈസിയുടെ മരണം പൊതുജനങ്ങൾക്കിടയിൽ വലിയ ഞെട്ടലും ദുഃഖവും വിലാപവും ഉണ്ടാക്കുന്നില്ലെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയത്തുള്ള ഖമേനി എന്ന വൃദ്ധ നേതാവിന് ഇനി ഇറാനിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യവും ജനങ്ങൾക്ക് മുന്നിലുണ്ട്. കാരണം ഇസ്രായേലിനെയും അമേരിക്കയും ഫ്രാൻസിനെയും ഒക്കെ അത്രയേറെ വെറുപ്പിച്ചിട്ടുണ്ട് ഇറാൻ. പ്രമുഖ ഷിയ വിഭാഗമായ 12 ഷിയായിസത്തിൽ ഊന്നിയാണ് ഇറാനും അവിടുത്തെ ഭരണകൂടവും നിലനിൽക്കുന്നത്. ഇസ്ലാം മതത്തിൽ പ്രധാനമായും സുന്നി, ഷിയ എന്നീ 2 വിഭാഗങ്ങളാണുള്ളത്. മറ്റ് ചെറു വിഭാഗങ്ങളും ഇസ്ലാം മതത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഷിയ മുസ്ലിങ്ങളിൽ 85% ഉൾപ്പെടുന്ന ഷിയ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശാഖയാണ് 12 ഷിയായിസം. ഇതാണ് ഇറാൻ്റെ ഔദ്യോഗിക മതം. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം പ്രധാനമായും ഇറാൻ 2 രാഷ്ട്രീയ വിഭാഗങ്ങളെയാണ് ഉൾക്കൊണ്ടത്. 12 ഷിയായിസത്തിൻ്റെ നിബന്ധനകൾ കർശനമായി പാലിക്കുകയും അത് സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്യണമെന്ന് വിശ്വസിച്ചിരുന്ന യാഥാസ്ഥിതിക വിഭാഗമാണ് ഒന്നാമത്തേത്. പാശ്ചാത്യ സാമ്രാജ്യത്വത്തിനെതിരായ ആശയപരമായ പോരാട്ടമായാണ് ഇസ്ലാമിക വിപ്ലവത്തെ ഇവർ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് രാജ്യത്ത് വലിയ പിന്തുണയാണുള്ളത്. പുരോഗമനവാദികളാണ് രണ്ടാമത്തെ വിഭാഗം. വിപ്ലവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണിവർ. ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ അയവ് വരുത്തണമെന്നാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ, സിവിൽ സമൂഹത്തെ ശക്തിപ്പെടുത്തൽ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ, പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം തുടങ്ങിയ ആവശ്യങ്ങൾ ഇക്കൂട്ടർ ഉന്നയിക്കുന്നുണ്ട്. ഈ തർക്കങ്ങൾക്കിടയിലാണ് ഇറാൻ്റെ രാഷ്ട്രീയം വികസിക്കുന്നത്. ശക്തമായ ജനപിന്തുണയുള്ളതിനാൽ യാഥാസ്ഥിതികർക്ക് തന്നെയാണ് ആധിപത്യം. എന്നാൽ പുരോഗമനവാദികളെ തൃപ്തിപ്പെടുത്തുന്ന നേതാക്കളും വന്നുപോയിട്ടുണ്ട്. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇറാൻ്റെ രാഷ്ട്രീയ സാഹചര്യം യാഥാസ്ഥിതികർക്ക് അനുകൂലമായ നിലയിലാണ് എപ്പോഴും നിലനിന്നിരുന്നത്. ഗാസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളും പലസ്തീൻ വിഷയങ്ങളും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായി മോശം ബന്ധമാണ് പലപ്പോഴും ഇറാനുണ്ടായിരുന്നത്. തികഞ്ഞ യാഥാസ്ഥിതികനായിരുന്നു റൈസി. ഇറാൻ പലതരം വെല്ലുവിളികളോട് പോരാടിയിരുന്ന സമയത്താണ് റൈസി അധികാരത്തിലെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ, വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾ, ആണവ കരാർ ചർച്ചകൾ സ്തംഭിച്ചത്, അഴിമതി തുടങ്ങിയവ ഇതിൽ ചിലതാണ്. 2021 അനവധി ആരോപണങ്ങൾക്ക് നടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് റൈസി ഇറാൻ്റെ പ്രസിഡൻ്റായത്. നേരത്തെ തന്നെ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേരിൽ കുപ്രസിദ്ധനാണ് റൈസി. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം റൈസി ജഡ്ജിയായിരുന്ന ട്രൈബ്യൂണലുകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ഏകദേശം 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും വധിക്കുകയും തെളിവ് പോലുമില്ലാതെ കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കുകയും ചെയ്തിട്ടുണ്ട്. പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രതിപക്ഷ ഗ്രൂപ്പായ മുജാഹിദീൻ ഇ ഹൽഹിൻ്റെ അംഗങ്ങളായിരുന്നു ഭൂരിഭാഗവും. 1980കളിലാണ് ഈ സംഭവം. ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി ആഗോളതലത്തിൽ തന്നെ കണക്കാക്കപ്പെടുന്നു. വിവാദങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു റൈസിയുടെ ഭരണകാലം. ഇറാൻ്റെ കടുത്ത ഹിജാബ് നിയമങ്ങൾ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ മരിച്ച 22കാരിയായ ഖുർഷിദ് യുവതി മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് രാജ്യം കണ്ടത് ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഇറാൻ ഭരണകൂടം അന്ന് അതിക്രൂരമായി അടിച്ചമർത്തുന്നതാണ് കണ്ടത്. നിരവധി പേർ പോലീസ് നടപടികളിൽ കൊല്ലപ്പെട്ടു. നിഗ ഷികാരിയ അടക്കമുള്ള പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തിയത് ഇറാൻ ഭരണകൂടമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. അക്കാര്യം ഇറാൻ നിഷേധിച്ചെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പിന്നീട് പുറത്തു വന്നു. ഈ പ്രക്ഷോഭത്തിലെ ഔദ്യോഗിക മരണസംഖ്യ ഇതുവരെ ഇറാൻ പുറത്തുവിട്ടിട്ടുമില്ല. അതേസമയം പലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ ഉയർന്ന ചുരുക്കം ചില പ്രതിഷേധ ശബ്ദങ്ങളിലൊന്നായിരുന്നു ഇറാൻ്റേത്. ഇറാനിയൻ രാഷ്ട്രീയ ഘടനയിലെ ശക്തനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. നിയമനിർമ്മാണത്തിനും കാര്യനിർവഹണത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുക, മന്ത്രിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയമിക്കുക തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നതും പ്രധാന വിദേശ നയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പ്രസിഡന്റാണ്. പരമോന്നത നേതാവുമായി ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടൽ സംഭവിച്ചാൽ മാത്രമേ ഇറാൻ പ്രസിഡന്റിൻ്റെ അധികാരം അസാധുവാക്കപ്പെടുകയുള്ളൂ. ഇതായിരുന്നു റൈസിയുടെ ധൈര്യവും. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പലരും കണ്ടിരുന്നത് ഇബ്രാഹിം റൈസിയായിരുന്നു. ഖമേനിയുമായി ദീർഘകാലമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു റൈസി. വളരെ അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയമുള്ള ആളായാണ് റൈസിയെ ഖമേനിയും കണ്ടിരുന്നത്. പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ പോലും റൈസി ഇറാൻ്റെ പരമോന്നത നേതാവാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. റൈസിയുടെ മരണത്തോടെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവാകാനുള്ള സാധ്യത
ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിക്കാണ്. ഇതോടെ മറ്റ് പല ഇസ്ലാമിക രാജ്യങ്ങളെയും പോലെ പാരമ്പര്യമായി കൈമാറ്റപ്പെടുന്ന ഭരണ സംവിധാനത്തിലേക്ക് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാനും മാറുമെന്ന പ്രത്യേകതയുമുണ്ട്.